അങ്ങനെ നമ്മൾ ബുള്ളറ്റിന്റെ റിയർ ഷോക്ക് നമ്മുടെ SD-ലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയുള്ള നമ്മുടെ ഷോക്ക് അബ്സർ ഫിറ്റ് ചെയ്യുന്നതിനുള്ള പണി. നമ്മുടെ ചാസിയിലെ സിങ്ങാമിലെ നമ്മുടെ ഷോക്ക് അബ്സർ പിടിപ്പിക്കുന്ന ബുഷൂരി കളഞ്ഞിട്ട് ആ ഹോളിൽ കൂടി ബോൾട്ട് കയറ്റി ഇട്ടാൽ മതി. ബോൾട്ട് കയറ്റിയിട്ട് നമ്മുടെ ഷോക്ക് അബ്സറിന്റെ ബുഷിനകത്തോട്ട് കയറ്റിയിട്ട് വാഷ് ഇട്ട് നമ്മുടെ സാധാരണ ഷോക്ക് അബ്സറിന്റെ നട്ട് പിടിപ്പിക്കുന്ന മാതിരി പിടിപ്പിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾക്ക് വണ്ടിയിൽ ഒരു മാറ്റങ്ങളൊന്നും വരുത്തേണ്ട കാര്യമില്ല. ബാക്ക് സൈഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് നമ്മുടെ സ്പോക്കറ്റിനുള്ളിൽ ഇതേപോലെ സ്പോക്കറ്റ് സൈഡിൽ ഒരു ചെറിയൊരു ബുഷ് വരാറുണ്ട്. അപ്പം സാധാരണ നമ്മൾ ഇവിടെ വണ്ടി വർക്ക് ചെയ്യാൻ വരുമ്പോൾ കൂടുതലും വണ്ടികളിൽ ഈ ബുഷ് കാണാറില്ല. അപ്പോൾ ഈ ബുഷ് നമ്മൾ കറക്റ്റായിട്ട് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീലിൻ്റെ ആക്സിൽ വലിച്ചു മുറുക്കുമ്പോഴത്തേക്ക് നമ്മൾ വീല് ജാമായിട്ട് നിൽക്കും. വീല് ജാമായിട്ട് നിൽക്കുന്നതിന് മെയിനൊരു കാരണം നമുക്ക് ഈ ഒരു ബുഷ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒന്നുകൂടെ നമ്മുടെ ബെയറിംഗ് ഞെരുങ്ങി പോകും. ബെയറിംഗ് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനൊരു ബുഷ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് മെക്കാനിക്കന്മാരെല്ലാം എന്തായാലും ഇടാൻ ചാൻസ് ഉണ്ട്. മെക്കാനിക്കന്മാർക്കെല്ലാം അറിയാം ഈ ഒരു സാധനം. SD പണിയുന്ന എല്ലാ മെക്കാനിക്കന്മാർക്കും അറിയാം ഇങ്ങനെ ഒരു ബുഷ് ഉണ്ട്. ഇത് ബുഷ് ഇട്ടാൽ മാത്രമേ ആ ബാക്ക് വീല് കറക്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്യത്തുള്ളൂ അറിയാം. ഇത് കൂടുതലും നഷ്ടപ്പെട്ടു പോകുന്നത് ഈ റിയർ വീല് പഞ്ചർ ആകുമ്പോൾ ഏതെങ്കിലും പഞ്ചർ ഷോപ്പിൽ ഇളക്കുമ്പോഴാണ് ഈ സാധനം താഴെ വീഴുന്നത്. ചിലപ്പോൾ കണ്ടാൽ തന്നെ ഇത് ഇടാൻ ബുദ്ധിമുട്ടാന്ന് കരുതി ചിലർ ഇടാതെ വിടാറുണ്ട്. പിന്നെ ചിലർ ഇത് കാണാതായിരിക്കും ചിലർ കാണാതെ പോകുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇടാതെ വിടുന്നത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഈ ബുഷ് ഉണ്ടോന്ന്. ഇത് ഇടാൻ വളരെ സിമ്പിളാണ്. നമ്മൾ ഈ വീലിടുമ്പോൾ നമ്മളിതിടുമ്പോൾ വീലിൻ്റെ കൂടെ എല്ലാവരും ഇതേപോലെ ഈ സൈഡിലൊക്കെ വെച്ചിട്ടായിരിക്കും ഇതിടാൻ പോകുന്നത്. ഒരിക്കലും അങ്ങനെയല്ല ഇടേണ്ടത്. നമ്മൾ ആദ്യം ഈ ആക്സിൽ കുറച്ച് കയറ്റിയതിന് ശേഷം ഈ ബുഷ് ഈ ആക്സിലിനൊപ്പം നമ്മൾ ഇടുക. ഈ ആക്സിലിനൊപ്പം ഇടുക. ഈ ആക്സിലിനൊപ്പം ഇട്ടിട്ട് കുറച്ച് ആക്സിൽ, കാരണം ആക്സിൽ ഒത്തിരി ഫുള്ള് ഫ്രണ്ടിലോട്ട് നമുക്ക് കയറേണ്ട ആവശ്യമില്ല. ഈ ഒരു ലെവലിൽ വെച്ച് നമ്മുടെ കഷ് റബ്ബർ നിൽക്കുന്നതിൻ്റെ ലെവലിൽ വെച്ചിട്ട് ഈ ബുഷ് വെച്ചതിന് ശേഷം വീലിട്ടതിന് ശേഷം ഇടാമെങ്കിൽ കറക്റ്റായിട്ട് ആ ബുഷ് അവിടെ നിൽക്കും. അപ്പോൾ ഈ ബാക്കിലത്തെ വീൽ ഇളക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഈ ബുഷ് പോകണമെങ്കിൽ പ്രോപ്പറായിട്ട് ആ ബുഷ് ഇടണം. അതേപോലെ നേരത്തെയൊക്കെ നമ്മൾ SD-യുടെ വീല് പഞ്ചറാകുമ്പോൾ പഞ്ചറിടെ കൊണ്ട് ചെന്നാൽ പഞ്ചറടക്കാർ പോലും നമുക്ക് പഞ്ചറൊട്ട് ചേരത്തില്ലായിരുന്നു. അതിന് മേലൊരു കാരണം SD-യുടെ ബാക്ക് ഫ്രെയിം ഊരാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയുന്നത്. ഒരു ബുദ്ധിമുട്ടില്ല, വളരെ സിമ്പിളാണ്. അതെങ്ങനെയാണ് ഇത് റിമൂവ് ചെയ്യേണ്ടതെന്ന് അതിൻ്റെ ഒരു രീതിയുണ്ട്. ആ രീതിക്ക് റിമൂവ് ചെയ്താൽ വളരെ സിമ്പിളാണ്. അതേപോലെയാണ് നമ്മൾ ഇടുന്നതും എളുപ്പമാണ്. വലിയ പാടുള്ള കാര്യങ്ങളൊന്നുമല്ല. അതേപോലെ നമ്മുടെ പുറകിൽ നമ്മുടെ ഫ്രണ്ട് അവഞ്ചറിന്റെ ഹബ്ബ് വന്നിരിപ്പുണ്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ ഫ്രണ്ടിലേക്ക് വർക്ക് കയറുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. കാരണം ഫ്രണ്ടിലത്തെ നമ്മുടെ പെയിന്റിങ് കഴിഞ്ഞ് വന്നിട്ടില്ല, ഹെഡ്ലൈറ്റ്സ് കിട്ടാത്തതുകൊണ്ടാണ് ഫ്രണ്ട് വർക്ക് സ്റ്റോപ്പായി നിൽക്കുന്നതാണ്. അപ്പോൾ റിയറിൽ നമ്മുടെ ഷോക്കിന്റെ അപ്ഗ്രേഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ബോൾട്ട് ചെയ്യാനായിട്ട് ലേറ്റായി. അപ്പോൾ അതുകൊണ്ടാണ് അത് വന്ന ഉടനെ അത് ചെയ്തപ്പോൾ നിങ്ങളെ കാണിച്ചത്. ഇനി അടുത്ത വർക്ക് തുടങ്ങുമ്പോഴത്തേക്ക് അടുത്ത കാര്യങ്ങൾ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്ന പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.